അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ജാസ്മിന്റെ ഫാമിലി വന്നിരിക്കുകയാണ്. ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? നാളെ പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നതായിരിക്കും. നാളെയാണ് ഫാമിലി വീക്കിന്റെ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഒരു പുത്തൻ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അച്ഛനും അമ്മയുമാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ആദ്യം സഹോദരനും അമ്മയുമാണ് വരാനിരിക്കുന്നത് നമ്മൾ അറിഞ്ഞത്. അതുപോലെ തന്നെ അച്ഛൻ വരുന്നില്ല എന്നൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. 100% കൺഫേം ആയ കാര്യം തന്നെയാണ്. ജാസ്മിന്റെ അച്ഛൻ ജാഫറിക്ക ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ഗബ്രി ജാസ്മിൻ ഈ ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വിട്ടതാണ്. പക്ഷേ ജാസ്മിൻ നന്നായില്ല. ഗബ്രി ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ട്രോളുകൾക്കിരയായ ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ജാസ്മിനും അതുപോലെ തന്നെ പുറത്ത് ജാസ്മിന്റെ ഫാമിലിയും. അതുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ജാസ്മിന്റെ ഫാദർ എന്തൊക്കെയാണ് പറയാനിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒന്ന് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിലുണ്ടായ ആ ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ജാസ്മിന്റെ അഭിനയത്തെ പൊളിച്ചടക്കുന്ന രീതിയിൽ ഒരു കാര്യം അവരോട് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജാസ്മിന്റെ ഫാദർ പറയും എന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഫ്സലിന്റെ കേസ്. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുന്നേ അഫ്സലായിട്ടുള്ള ആ ഒരു മാരേജ് ഏകദേശം കൺഫേം ആക്കി വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് നാൾ പ്രണയിച്ചതിന് ശേഷം ജാസ്മിൻ ആണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കണമെന്ന്. അതിനോടനുബന്ധിച്ചാണ് അഫ്സൽ വീട്ടിൽ വന്ന് സംസാരിച്ചതും. പിന്നീട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ ജാസ്മിൻ ഗബ്രി ആയിട്ട് ഇമാതിരി കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. പിന്നീട് ഗബ്രിയെ ഇഷ്ടമാണെന്ന് പറയുന്നു. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഗബ്രി പറയുന്നു. വീട്ടിലും അതുപോലെ തന്നെ സമുദായത്തിലും നിന്നെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഗബ്രി സംസാരിക്കുന്നു. ഇതൊരു കല്യാണത്തിലേക്കൊന്നും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ടും ജാസ്മിൻ വിട്ടുകൊടുക്കുന്നില്ല. പുറത്തു പോയതിനു ശേഷവും ഗബ്രിയുടെ പടങ്ങൾ പിടിച്ചുകൊണ്ട് അതും ഇതൊക്കെ പറയുന്നു. എന്ത് കാര്യമുണ്ടായാലും സങ്കടവും സന്തോഷങ്ങളെല്ലാം സ്വന്തം ഫാമിലിയുടെ പിക്ചർ അപ്പുറം. എന്നിട്ടും ഗബ്രിയുടെ ആ ഒരു ഫോട്ടോയിൽ നോക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. ഫോട്ടോയെ കൊഞ്ചിക്കുന്നു, താലോലിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫാമിലി മെമ്പേഴ്സ് വരുന്ന സമയത്ത് പൊളിച്ചടക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം പിന്നീട് ഒരു ട്രോളിന് ഇരയാകരുത് എന്നുള്ളൊരു തീരുമാനം അവരെന്തായാലും എടുക്കുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. മേ ബി സംസാരിച്ചേക്കാം. ദെൻ അതുപോലെ തന്നെ അഫ്സലിൻ്റെ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ജാസ്മിനെ അറിയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നം ഇത്തരത്തിൽ വഷളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്തുകൊണ്ടും A to Z അഫ്സൽ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ജാസ്മിനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ഈ ഒരു കല്യാണം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ജാസ്മിൻ്റെ ഗെയിമിന് മോശം വരുത്തരുതെന്ന് ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയെ ഇതിൻ്റെ പേരിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നും ജാസ്മിനെ അറിയിക്കരുതെന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് ശ്രമിക്കും. പക്ഷേ ജാസ്മിന്റെ ഫാദർ കുറച്ച് ടെററാണ്. പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായി കാണും. വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ജാഫറിക്ക വരാൻ കാത്തിരിക്കുന്നത്. എല്ലാവരും ജാസ്മിനെ എതിർക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരും ജാഫറിക്കയുടെ വരവിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ജാസ്മിന്റെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിൻ അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പുറത്തു പോകാനാണ് സാധ്യത. അല്ല, ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി സാധനമാണ് ആ പെണ്ണിന്. ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്